മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ ഡിഗ്രി കോഴ്സിന്റെ ചെറുകഥയായ ചാവ് സാക്ഷ്യത്തിലേക്ക് കടക്കാം. ചാവ് സാക്ഷ്യം എഴുതിയിരിക്കുന്നത് വഴി കണ്ടുപിടിക്കുന്നവർ എന്ന ചെറുകഥകളുടെ സമാഹാര കർത്താവായ ദേവദാസ് PM ആണ്. അദ്ദേഹം ഏകാന്തവും സങ്കീർണവും കലുഷിതവുമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരെ അവതരിപ്പിക്കുകയാണ് ഈ കഥ സമാഹാരത്തിലൂടെ ചെയ്യുന്നത്. ഈ കഥ അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് സർവകലാശാല അധികൃതരോടും തീവ്ര വലതുപക്ഷ സംഘടനകളോടും അനീതി നിറഞ്ഞ നിയമാവലികളോടുമെല്ലാം തനിക്ക് ആവും വിധം പോരാടുകയും ഒടുക്കം ഇടം നഷ്ടപ്പെട്ട ഈ വ്യവസ്ഥിതിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ് ആത്മഹത്യക്ക് വിധേയനാകുകയും ചെയ്ത രോഹിത് വേമുലു എന്ന ദളിത് വിദ്യാർത്ഥിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു കഥ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ ആധാരമാക്കി സ്വീകരിച്ചിരിക്കുന്ന സ്കന്ദപുരാണമാണ് കടോൽക്കജിന്റെ മകൻ എന്നുള്ള രീതിയിൽ പലയിടത്തും ആരാധിക്കപ്പെടുന്ന ബലേരശനാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ഇപ്പൊ ചാവസാക്ഷ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഇത്തരം കഥകൾ വ്യത്യസ്തമായ ഇതിവൃത്തങ്ങളുമായാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. മാത്രമല്ല, നാം ജീവിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുകൂടെ നമ്മളെ അറിയിക്കുകയാണ് ഇത്തരം കഥകൾ ചെയ്യുന്നത്. എന്ന കടോൽക്കജിന്റെ മകന്റെ ഒരു ആത്മ സംഭാഷണത്തിലൂടെയാണ് നമ്മൾ ഈ കഥ കാണുന്നത്, അല്ലെങ്കിൽ കഥ വായിക്കുന്നത്. പക്ഷെ ഈ ഒരു ആത്മ സംഭാഷണത്തിലൂടെ കഥയും കഥാസന്ദർഭങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ വ്യക്തമായി പതിയുകയും ചെയ്യുന്നു. അപ്പൊ അറുത്തുമാറ്റിയ നിലയിൽ തന്റെ തല ഒരു കുന്നിൻ മുകളിലുണ്ടെന്നും അവിടെ ഇരുന്നു കൊണ്ട് താൻ കാണുന്ന കാഴ്ചകളാണ് വിവരിക്കുന്നതെന്നും ബലേരശൻ പറയുന്നു. അപ്പൊ ബേലരശൻ എന്നാണ് ഇവന്റെ പേര്. അപ്പോ കടോൽക്കജിന്റെ മകൻ എന്ന രീതിയിൽ എല്ലായിടത്തും ആരാധിക്കപ്പെടുന്ന ബേലരശനാണ് ഇതിലെ മുഖ്യ കഥാപാത്രം. അപ്പൊ ഞങ്ങൾ കാട്ടിലെ പോരാളികളാണെന്ന് ബേലരശൻ പറയുന്നു. ഞങ്ങൾ കൂടെയുള്ളവരെ കൈവിടുന്നവരോ അല്ലെങ്കിൽ ഒളിച്ചോടി പോകുന്നവരോ അല്ല. കാട് വിട്ട് പല പ്രതിബന്ധങ്ങളും സഹിച്ച് പരിഹാസങ്ങൾ കേട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാനാണ് താൻ എത്തിയെന്ന് അവൻ പറയുന്നു. പക്ഷെ ആയുധമെടുത്ത് കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, അതിനുള്ള വിധി എനിക്കുണ്ടായില്ല. അപ്പോൾ എന്റെ ഉടലില്ലാതെ ഒരു തല മാത്രമായിട്ട് ഞാൻ അവശേഷിക്കുകയാണ്. അപ്പൊ കണ്ണേറ് തട്ടാതിരിക്കാൻ കൊട്ടാരങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന കരിങ്കണ്ണൻ പൊയ്മുഖത്തെ പോലെ ഞാൻ ഈ മലയുടെ മുകളിൽ ഇരിക്കുന്നു. അപ്പൊ ഏറെ നാളായി ഞാൻ കാത്തിരുന്ന